ഹായ്, ഇന്ന് നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിൽ പാസ്ത വേവിച്ച് മാറ്റിവെക്കാം. ശേഷം ചൂടായ പാനിൽ ബട്ടർ ചേർത്ത് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും സവാളയും വഴറ്റിയെടുക്കാം. സവാള അല്പം ഒന്ന് വഴറ്റിയ ശേഷം ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് എല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതിലേക്ക് മസാലകളായിട്ട് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പച്ചക്കറികൾ നന്നായി വഴറ്റിയെടുക്കാം. ഇനി വൈറ്റ് സോസ് തയ്യാറാക്കുന്നതിനായിട്ട് മറ്റൊരു പാനിൽ അല്പം സൺഫ്ലവർ ഓയിലും ബട്ടറും ചേർത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൈദപ്പൊടി ആഡ് ചെയ്ത് 2 മിനിറ്റ് നേരം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടി നന്നായി ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് ഇളക്കി കൊടുക്കാം. മൈദപ്പൊടി കട്ട പിടിക്കാതെ നന്നായി ഇളക്കി കൊടുത്ത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വൈറ്റ് സോസ് ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച പാസ്ത ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. അതിനുശേഷം വഴറ്റി മാറ്റി വെച്ച പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ചേർത്ത് ഇളക്കി ഒന്നായി യോജിപ്പിക്കാം. അവസാനം ചെറുതായി എരിഞ്ഞ സ്പ്രിംഗ് ഒനിയൻ കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒരു 2 മിനിറ്റ് കൂടി വേവിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.